ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ 4 വർഷത്തെ നേഴ്സിംഗ് ജീവിതം ഏറെക്കുറെ തീരാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ റൂമിലിരുന്ന എല്ലാ ബുക്കും പുസ്തകങ്ങളും എല്ലാം വായിക്കിട്ടി ഇനി ആക്രിക്കടയിലേക്ക് പോവാം. അങ്ങനെ അതുല്യൊക്കെ രാവിലെ പോയി വിറ്റിട്ട് ആ കിട്ടിയ കാശിന് മന്തി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുമാർ പറഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മളിതെല്ലാം പെറുക്കി കെട്ടി പോകുന്നത്. ആദ്യം കൈ കൊണ്ടുവന്ന് കരുതിയിട്ട് നമ്മളെ കൊണ്ട് നടന്നില്ല. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചേ. സത്യത്തിൽ ആ ഓട്ടോക്കാരൻ നമ്മളെ ഇനി പറയാനൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു വളവേ ഉള്ളൂ ഈ കാണുന്ന ആക്രിക്കടയിലോട്ട്. നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റുന്നത് നമ്മൾ കയ്യിലെടുത്ത് ബാക്കി എല്ലാ ഓട്ടോയിലും കയറ്റിയാണ് നമ്മൾ പോയത്. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ബുക്കും പുസ്തകം എല്ലാം വാരി താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. ഒന്നുമില്ലെങ്കിലും നമ്മൾ എഴുതിയതും പഠിച്ചതൊക്കെ അല്ലേ. പിന്നെ കൈ കാശ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി സന്തോഷമായത്. അങ്ങനെ കിട്ടിയ കാശുമായിട്ട് നമ്മൾ നേരെ പോകുന്നത് മന്തി കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഈജിപ്തിലുള്ള മന്തി ഹൗസിലോട്ടാണ് വന്നത്. ഞങ്ങൾ മാത്രമാണെന്ന് തോന്നുന്നു ഇവിടെ ഇത്രയും ലേറ്റായിട്ട് മന്തി കഴിക്കാൻ വന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ഓരോ മന്തികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് ഹണി ചില്ലി മന്തിയാണ്. പിന്നെ എല്ലാവരും പെരി പെരി ഏതാണ്ടൊക്കെ മന്തികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മന്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മന്തിയെല്ലാം തിന്ന് ഒരു പകുതി ആയപ്പോഴത്തേക്കും നമ്മുടെ വയറ് പൊട്ടാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഒരു ലൈമൊക്കെ കുടിച്ചേ. എനിക്കാണെങ്കിൽ മന്തി കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചെടുത്ത് തന്നെ അങ്ങ് കിടക്കാൻ തോന്നും കേട്ടോ. മന്തി കഴിച്ചു കഴിഞ്ഞാൽ ആ മന്ദതയിലിരിക്കുന്ന ഫേബയാണ് നിങ്ങൾ കാണുന്നത്. മന്തി തിന്നതിൻ്റെ എന്തൊക്കെയോ വട്ടതാ ഓരോരുത്തരും കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഒറ്റ മൈൻഡിൽ കരുതി എങ്കിൽ നമുക്ക് നേരെ ബഗൽഗുണ്ടേ പോകാമെന്ന്. അങ്ങനെ ബഗൽഗുണ്ടേ വന്നിട്ട് നമ്മൾ ആദ്യം പോയത് കമ്മൽ വാങ്ങാനാണ്. ഈ ഒരു ഷോപ്പിലാണ് കിഡിലും കളക്ഷനൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ജിമിക്കൊക്കെ വാങ്ങിച്ച് ഓണപ്പരിപാടിയല്ലേ വരുന്നത്. എന്നിട്ട് നമ്മൾ പോയത് നേരെ വിശാൽ മാർട്ടിലാണ്. നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ല, കാരണം കയ്യിൽ ദുട്ടില്ല. നമ്മൾ വന്നത് വർഷയ്ക്ക് 2-3 ടീഷർട്ട് എടുക്കണമായിരുന്നു. അങ്ങനെ അവളുടെ കൂടാണ് നമ്മൾ വന്നത്. പിന്നത്തെ നമ്മുടെ പരിപാടി അവിടെ കാണുന്ന എല്ലാത്തിൻ്റെ പ്രൈസ് ടാഗ് നോക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഇനി നേരെ ഹോസ്റ്റലിൽ പോവാണ്. അങ്ങനെ ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി എങ്കിൽ എന്നാൽ ഓരോ ചായയൊക്കെ കുടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സ്പോട്ടിലാണ് വന്നത്. ആണെങ്കിൽ നല്ല രീതിയിൽ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു ചായ കുടിച്ചപ്പോൾ തന്നെ നല്ല സുഖം തോന്നി കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിതാ പോവാണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.